ഇനി മുതൽ 3 മിനിറ്റ് വരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പക്ഷേ 1 മിനിറ്റ് തൊട്ട് 3 മിനിറ്റ് വരെയുള്ള ഷോർട്ട് വീഡിയോസ് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് ഷൂട്ട്സ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും അതേപോലെ അവർക്ക് വളരെയധികം സന്തോഷം നൽകുന്നതുമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് യൂട്യൂബ് ഷോർട്സിൻ്റെ തംബ്നെയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും അതുപോലെ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തംബ്നെയിൽ സെറ്റ് ചെയ്യാനും അതുപോലെ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ആ തംബ്നെയിൽ എഡിറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അത് യൂട്യൂബിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ആയിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഐ ബട്ടനെ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അതേപോലെ യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും സന്തോഷം നൽകുന്നതുമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇനി മുതൽ 3 മിനിറ്റ് വരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് പക്ഷേ ഒന്നുകിൽ വെർട്ടിക്കൽ വീഡിയോ അല്ലെങ്കിൽ സ്ക്വയർ വീഡിയോ ആയിരിക്കണം. ഇതിനെ മറ്റൊരു രീതിയിൽ പറയാം, വെർട്ടിക്കൽ വീഡിയോസ് അല്ലെങ്കിൽ സ്ക്വയർ വീഡിയോസ് 3 മിനിറ്റ് വരെയുള്ളത് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇനി മുതൽ ഷോർട്സ് വീഡിയോ ആയിട്ടേ കൺസിഡർ ചെയ്യുകയുള്ളൂ. അതേപോലെ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾക്ക് അതിൻ്റെ മോണിറ്റൈസേഷനും യൂട്യൂബിൻ്റെ ഷോർട്സ് മോണിറ്റൈസേഷൻ്റെ രീതിയിലായിരിക്കും അതിനുള്ള പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ലോങ് വീഡിയോസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് 3 മിനിറ്റ് വരെയുള്ളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ വെർട്ടിക്കലായിട്ടോ അതല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടോ ചെയ്യാതിരിക്കുക, അതിനെ ഹൊറിസോണ്ടലായിട്ട് തന്നെ ചെയ്യുക. അല്ലാതെ വെർട്ടിക്കലായിട്ടോ സ്ക്വയർ ആയിട്ടോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ യൂട്യൂബ് ഷോർട്സ് വീഡിയോയുടെ രീതിയിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇനി മുതൽ ഷോർട്സ് വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലെ ഒന്നാമത്തെ കാര്യം, പഴയതുപോലെ തന്നെ 1 മിനിറ്റ് വരെയുള്ള വീഡിയോസ്, അതായത് 60 സെക്കൻഡ്സ് വരെയുള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്പിലൂടെ നമുക്ക് ഡയറക്റ്റ് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത വീഡിയോസ് അതിലൂടെ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ 1 മിനിറ്റ് തൊട്ട് 3 മിനിറ്റ് വരെയുള്ള ഷോർട്ട് വീഡിയോസ് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുവരെ പറ്റത്തില്ല, പിന്നീട് പറ്റുമായിരിക്കും. അതിനെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഒന്നുകിൽ യൂട്യൂബ് സ്റ്റുഡിയോയുടെ മൊബൈൽ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൂടെ നമുക്ക് അതിനെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ തംബ്നെയിൽ അവിടെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇതേപോലെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, യു ക്യാൻ ആഡ് തംബ്നെയിൽ ഓൺ ദ യൂട്യൂബ് മൊബൈൽ ആപ്പ്, ഇതേപോലെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ 3 മിനിറ്റ് വരെയുള്ള 1 മിനിറ്റ് തൊട്ട് 3 മിനിറ്റ് വരെയുള്ള യൂട്യൂബ് ഷോർട്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ആപ്പിൽ പോയിട്ട് നമ്മൾ അതിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ തംബ്നെയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് 1 മിനിറ്റിന് മുകളിലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കത് മൊബൈലിലൂടെ ചെയ്ത് നോക്കാം, അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഞാൻ എൻ്റെ യൂട്യൂബ് മൊബൈൽ ആപ്പിൽ വന്നിരിക്കുകയാണ്. ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഏറ്റവും താഴെ പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എൻ്റെ 1 മിനിറ്റ് 20 സെക്കൻഡ്സ് ഉള്ള വീഡിയോ ആണ്. ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, 1 മിനിറ്റ് 20 സെക്കൻഡ്സ് ഉള്ള ഈ വീഡിയോ അതിൻ്റെ 60 സെക്കൻഡ്സ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ, ഡണ്ണിൽ ക്ലിക്ക് ചെയ്തു, ഇനി ടിക്കിലൂടെ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക 1 മിനിറ്റിൻ്റെ വീഡിയോ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതായത് നമ്മൾ 1 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ, അതായത് 1 മിനിറ്റ് തൊട്ട് 3 മിനിറ്റ് വരെയുള്ള വീഡിയോ ഷോർട്സ് വീഡിയോസ് നമ്മൾ മൊബൈൽ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 1 മിനിറ്റ് വരെയുള്ള വീഡിയോസ് മാത്രമേ, 60 സെക്കൻഡ്സ് വരെയുള്ള വീഡിയോ മാത്രമേ അത് അപ്ലോഡ് ചെയ്യുകയുള്ളൂ, ബാക്കി അത് അപ്ലോഡ് ചെയ്യത്തില്ല. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിലൂടെ ചെയ്ത് നോക്കാം എങ്ങനെയാണ് 1 മിനിറ്റ് തൊട്ട് 3 മിനിറ്റ് വരെയുള്ള ഷോർട്ട് വീഡിയോസ് ഡെസ്ക്ടോപ്പിലൂടെ അപ്ലോഡ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ മൊബൈൽ ആപ്പിൽ വന്ന് അതിൻ്റെ തംബ്നെയിൽ എഡിറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഷോർട്ട് വീഡിയോ കുറച്ച് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ മൊബൈലിലൂടെ ശ്രമിച്ചതാണ്. 1 മിനിറ്റ് 20 മിനിറ്റ്സ് ഉണ്ടായിരുന്നു, അതായത് 1 മിനിറ്റിൽ കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് മൊബൈലിലൂടെ അത് ചെയ്യാൻ പറ്റിയില്ല. ഇതിനെ തന്നെ നമ്മൾ ഡെസ്ക്ടോപ്പിലൂടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മൾ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമ്മൾ താഴേക്ക് വരുന്നു. ഇവിടെ തംബ്നെയിലിൻ്റെ ഭാഗത്ത് നോക്കിയാൽ ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, യു ക്യാൻ ചേഞ്ച് ദ തംബ്നെയിൽ ഓൺ ദ യൂട്യൂബ് മൊബൈൽ ആപ്പ്. അതായത് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് മൊബൈൽ ആപ്പിൽ പോയി എഡിറ്റ് ചെയ്ത് നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്കി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ടാഗിങ്ങും ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഷോർട്ടിനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇതിനെ അൺലിസ്റ്റ് ആക്കി വെക്കുന്നു, സേവിൽ ക്ലിക്ക് ചെയ്യും. ഇനി നമുക്ക് മൊബൈൽ ആപ്പിൽ പോയി ഇതിനെ എഡിറ്റ് ചെയ്ത് നോക്കാം. വീണ്ടും എൻ്റെ യൂട്യൂബ് മൊബൈൽ ആപ്പിൽ പോകുന്നു, അവിടെ ഞാൻ എൻ്റെ ചാനലിലേക്ക് പോകുന്നു. ചാനലിൽ ഞാൻ മാനേജ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കാം, ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലൂടെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്, ആ ഷോർട്ട് വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്, അൺലിസ്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇവിടെ ആ തംബ്നെയിലിൻ്റെ ഭാഗത്ത് പെൻസിൽ ഐക്കോൺ കാണിക്കുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ നമുക്ക് ആ തംബ്നെയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പെൻസിൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കാം, ഏറ്റവും താഴെയായിട്ട് കംപ്ലീറ്റ് ഫ്രെയിംസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിമിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതുപോലെ സൈഡിലായിട്ട് നോക്കാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാണിക്കുന്നുണ്ട്, അതുപോലെ ഫിൽറ്റർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇത് നമുക്ക് യൂട്യൂബ് ഷോർട്സ് എന്നുള്ള പേര് കൊടുത്ത് ഇതിൻ്റെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ കളർ നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഡൺ ചെയ്യുക. ഡൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ഇതേപോലെ ചേഞ്ച് ചെയ്ത് ഇവിടെ വെക്കാവുന്നതാണ്.
അതേപോലെ നമുക്കിവിടെ ഫിൽറ്റർ ആഡ് ചെയ്യാവുന്നതാണ്. ഫിൽറ്ററിൽ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇതിനെ വൈബ്രൻറ്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ടിക്ക് ഐക്കോണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ തംബ്നെയിൽ സെറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഈ തംബ്നെയിൽ ഒരിക്കലും നമ്മുടെ വീഡിയോയിൽ കാണിക്കത്തില്ല, ഇത് തംബ്നെയിലായിട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ ടിക്ക് ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ തംബ്നെയിൽ ചേഞ്ച് ആയി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൂടെ നമുക്ക് 1 മിനിറ്റ് തൊട്ട് 3 മിനിറ്റ് വരെയുള്ള ഷോർട്ട് വീഡിയോസ് നമ്മുടെ ലാപ്ടോപ്പിലൂടെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ മൊബൈൽ ആപ്പിൽ അതിനെ ഓപ്പൺ ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് നമുക്കതിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് വെക്കണം. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.